ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ വരാനിരിക്കുന്ന പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം സർവേഷ് മഹാമന്ദിറാണ്. വാരണാസിയിലെ സർവേഷ് മഹാമന്ദിറാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ്ജ ബോട്ട് ഏതാണ്? ബറാക്കുഡ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ്ജ ബോട്ട് ബറാക്കുഡയാണ്. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏതാണ്? ഹൈദരാബാദ്. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഹൈദരാബാദാണ്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. 2022-23 സാമ്പത്തിക വർഷത്തിൽ 5 ഉൽപ്പന്നങ്ങൾക്കാണ് കേരളത്തിൽ നിന്നും GI ടാഗ് ലഭിച്ചത്. അവ ഏതൊക്കെയാണെന്ന് പറയാം. അട്ടപ്പാടി ആട്ടുകൊമ്പ് അവര, അട്ടപ്പാടി തുവര, ഓണാട്ടുകര എള്ള്, കാന്തള്ളൂർ വട്ടവട വെളുത്തുള്ളി, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്നിവയാണ്. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് ആരാണ്? സാറാ ജോസഫ്. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറാ ജോസഫാണ്. 2024 ആശാൻ യുവ കവി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സുബിൻ അമിത്തറയിൽ. 2024 ആശാൻ യുവ കവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അമിത്തറയിലാണ്. 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? റഫീഖ് അഹമ്മദ്. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദാണ്. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വീരമണിദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് വീരമണി ദാസനാണ്. 2022 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയാണ്. മികച്ച നടി വിൻസി അലോഷ്യസുമാണ്. 2022 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെയും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയുമാണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമാണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെയാണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്താണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്താണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. 2022-23 സ്വരാജ് ട്രോഫി മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. 2022-23 കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും യൂത്ത് ഐക്കൺ അവാർഡിന് അർഹനായത് ആരാണ്? ആസിഫ് അലി. 2022-23 കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും യൂത്ത് ഐക്കൺ അവാർഡിന് അർഹനായത് ആസിഫ് അലിയാണ്. 2023-24 കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും യൂത്ത് ഐക്കൺ അവാർഡിന് അർഹനായത് ബേസിൽ ജോസഫാണ്. 2023-24 കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും യൂത്ത് ഐക്കൺ അവാർഡിന് അർഹനായത് ബേസിൽ ജോസഫാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? ഹർമൻപ്രീത് സിംഗ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഹർമൻപ്രീത് സിംഗ് ആണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? PR ശ്രീജേഷ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് PR ശ്രീജേഷ് ആണ്. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ജപ്പാനിലെ ഐച്ചി നഗോയ. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ജപ്പാനിലെ ഐച്ചി നഗോയയാണ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം ആരാണ്? അദിതി അശോക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം അദിതി അശോകാണ്.
ചെസ് വേൾഡ് കപ്പ് 2023 രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആരാണ്? ആർ പ്രജ്ഞാനന്ദ. ചെസ് വേൾഡ് കപ്പ് 2023 രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദയാണ്. 2022 19ാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 4. 2022 19ാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. 2024 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ സ്പെയിനാണ്. റണ്ണറപ്പ് ഇംഗ്ലണ്ടും വേദി ജർമ്മനിയുമായിരുന്നു. 2024 യൂറോ കപ്പ് നടന്നത് ജർമ്മനിയിലും ജേതാക്കളായത് സ്പെയിനും റണ്ണറപ്പ് ഇംഗ്ലണ്ടുമായിരുന്നു. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയും റണ്ണറപ്പ് കൊളംബിയയും വേദി USA-യുമായിരുന്നു. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ നടന്നത് USA-യിലാണ്. ജേതാക്കൾ അർജന്റീന, റണ്ണറപ്പ് കൊളംബിയ. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയായിരുന്നു. റണ്ണറപ്പ് ഫ്രാൻസും വേദി ഖത്തറായിരുന്നു. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ വേദി ഖത്തർ, ജേതാക്കൾ അർജന്റീന, റണ്ണറപ്പ് ഫ്രാൻസ്. 2022 ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കളായ അർജന്റീന ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ലയണൽ മെസ്സി. 2022 ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കളായ അർജന്റീന ടീമിൻ്റെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി ആയിരുന്നു. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരായിരുന്നു? PN ഗോപികൃഷ്ണൻ. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. 2024 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ്? റഫീഖ് അഹമ്മദ്. 2024 പത്മപ്രഭ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദാണ്. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ റായിയാണ്. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ റായിയാണ്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? ദുർഗാ പ്രസാദ്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയത് ദുർഗാ പ്രസാദാണ്. 2023 പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ടി പത്മനാഭൻ. 2023 പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായത് ടി പത്മനാഭനാണ്. 2024 ലോക്സഭാ ഇലക്ഷനിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ കേരള നിയമസഭയിലെ മന്ത്രി ആരാണ്? കെ രാധാകൃഷ്ണൻ. 2024 ലോക്സഭാ ഇലക്ഷനിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ കേരള നിയമസഭയിലെ മന്ത്രി കെ രാധാകൃഷ്ണനാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതെന്നാണ്? 2023 ഒക്ടോബർ 15. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് 2023 ഒക്ടോബർ 15-നാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ എസ് അയ്യർ. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യറാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പൽ ഏതാണ്? സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോയും വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ 29-ുമാണ്. 2024 മെയ്യിൽ മേഘവിസ്ഫോടനം ഉണ്ടായ കേരളത്തിലെ ജില്ല എറണാകുളമാണ്. 2024 മെയ്യിൽ മേഘവിസ്ഫോടനം ഉണ്ടായ കേരളത്തിലെ ജില്ല എറണാകുളമാണ്. 2024 കാസർഗോഡ് ജില്ലയിൽ നടന്ന കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡ് ജില്ല തന്നെയാണ്. 2024 കാസർഗോഡ് ജില്ലയിൽ നടന്ന കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡ് ജില്ല തന്നെയാണ്. ഗ്രീൻ ഹൈഡ്രജൻ വാലി സജ്ജമാകുന്ന കേരളത്തിലെ നഗരങ്ങൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരവും കൊച്ചിയും. ഗ്രീൻ ഹൈഡ്രജൻ വാലി സജ്ജമാകുന്ന കേരളത്തിലെ നഗരങ്ങൾ തിരുവനന്തപുരവും കൊച്ചിയുമാണ്. 2024 മെയ് മാസം അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം. 2024 മെയ് മാസം അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല മലപ്പുറമാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത പുനരധിവാസ ഗ്രാമമാണ് സഹജീവനം സ്നേഹഗ്രാമം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത പുനരധിവാസ ഗ്രാമമാണ് സഹജീവനം സ്നേഹഗ്രാമം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരക വ്യൂഹം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരക വ്യൂഹം. പ്രോജക്റ്റ് ടൈഗർ എന്ന ബൃഹത് പദ്ധതി നിലവിൽ വന്നിട്ട് 50 വർഷം തികഞ്ഞ ദിവസമാണ് 2023 ഏപ്രിൽ 1.
പ്രൊജക്ട് ടൈഗർ എന്ന ബൃഹത് പദ്ധതി നിലവിൽ വന്നിട്ട് 50 വർഷം തികഞ്ഞ ദിവസം 2023 ഏപ്രിൽ 1 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം പണികഴിപ്പിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം പണികഴിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. 2023 മെയ് മാസം കലാപമുണ്ടായ മണിപ്പൂരിൽ കേന്ദ്രസേനകൾ അധികാരം ഏറ്റെടുക്കാൻ കാരണമായ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 355. 2023 മെയ് മാസം കലാപമുണ്ടായ മണിപ്പൂരിൽ കേന്ദ്രസേനകൾ അധികാരം ഏറ്റെടുക്കാൻ കാരണമായ അനുച്ഛേദം ആർട്ടിക്കിൾ 355 നാരീശക്തി വന്ദൻ അധിനിയം വനിതാ സംവരണ ബിൽ രാഷ്ട്രപതി അംഗീകാരം നൽകിയതെന്നാണ്? 2023 സെപ്റ്റംബർ 28. വനിതാ സംവരണ ബില്ല് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2023 സെപ്റ്റംബർ 28 ജൻ വിശ്വാസ് ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയെന്നാണ്? 2023 ജൂലൈ 27. ജൻ വിശ്വാസ് ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 ജൂലൈ 27. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. 2024 96ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫിയും മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എമ്മ സ്റ്റോണുമാണ്. 2024 96ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫിയും നടി എമ്മ സ്റ്റോണുമാണ്. 2024 96ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ഓപ്പൺഹൈമർ എന്ന സിനിമയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളനാണ്. 2024 96ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ഓപ്പൺഹൈമർ ആണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളനാണ്. ദീപാവലിയോടനുബന്ധിച്ച് 22 ലക്ഷം ദീപങ്ങൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? അയോധ്യ. ദീപാവലിയോടനുബന്ധിച്ച് 22 ലക്ഷം ദീപങ്ങൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരം അയോധ്യയാണ്. 2022-23 ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി ഓട്ട മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയത് അഭിലാഷ് ടോമിയാണ്. 2022-23 ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി ഓട്ട മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ മലയാളി അഭിലാഷ് ടോമിയാണ്. വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഹോപ്പ്. വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ്. മൊബൈൽ ഫോൺ കണ്ടെത്തിയതിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചത് എന്നാണ്? 2023 ഏപ്രിൽ 3. മൊബൈൽ ഫോൺ കണ്ടെത്തിയതിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചത് 2023 ഏപ്രിൽ 3. ദീപാവലി പൊതു അവധിയാക്കുന്നതിനായി 2023 ബില്ല് അവതരിപ്പിച്ച രാജ്യം ഏതാണ്? USA. ദീപാവലി പൊതു അവധിയാക്കുന്നതിനായി 2023 ബില്ല് അവതരിപ്പിച്ച രാജ്യം USA ആണ്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി എവിടെയാണ്? ന്യൂഡൽഹി. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ന്യൂഡൽഹിയാണ്. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? USA. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയ ആദ്യ രാജ്യം USA ആണ്. 2024 ലോക ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 126. 2024 ലോക ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ലോക ബാങ്കിൻ്റെ പ്രസിഡൻ്റാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ്? അജയ് പാൽ സിംഗ് ബാങ്ക. ലോക ബാങ്കിൻ്റെ പ്രസിഡൻ്റാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ അജയ് പാൽ സിംഗ് ബാങ്കയാണ്. 2023 യൂട്യൂബിൻ്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? നീൽ മോഹൻ. 2023 യൂട്യൂബിൻ്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ നീൽ മോഹനാണ്. കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത കാർത്യായനിയമ്മ അന്തരിച്ചതെന്നാണ്? 2023 ഒക്ടോബർ 10. കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത കാർത്യായനിയമ്മ അന്തരിച്ചത് 2023 ഒക്ടോബർ 10. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൽ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത്. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൽ ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത് ആയിരുന്നു. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്?
കെലിയൻ എംബാവെ. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ഫ്രാൻസിൻ്റെ താരമായ കെലിയൻ എംബാവെയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.